മഹാനാണ്. ഉസ്താദ് ഇജാബത്തുള്ള മനുഷ്യൻ. മനസ്സറിഞ്ഞ് കാരണം അപ്പം ഉത്തരം കിട്ടും. മനസ്സറിഞ്ഞ് മന്ത്രിച്ചാൽ അപ്പം ഫലം ഉണ്ടാവും. അങ്ങനത്തെ അനുഭവമേ ഉള്ളൂ. ആ നാവ് വലിയ ബർക്കത്തുള്ള നാവാണ്. കൂടുതൽ ദ്വാരക്കൊന്നും വേണ്ട. നമ്മളൊരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ദ്വാരക്കും. ഉസ്താദ് ചെറിയൊരു ദ്വാരേക്കാണ്, പക്ഷേ വലിയ ഇജാബത്താണ്. അതോർത്തുകൊണ്ട്, അത് അനുഭവമുള്ളവരെ നമ്മൾ അതോർത്തുകൊണ്ട് മക്കയിൽ നിന്ന് ദ്വാരപ്പിക്കണം എന്നുള്ളവർക്ക് ഉസ്താദിനെ തേടിച്ചപ്പോഴേക്കും പ്രവർത്തകർ പറഞ്ഞ് ഉസ്താദ് മദീനത്ത് പോയി. അപ്പൊ എനിക്ക് തോന്നി ഏതായാലും ഞാൻ മദീനത്ത് പോകണല്ലോ വിചാരിച്ച് ഞാനും ഉംറക്ക് പോയതേ. ഞാൻ മദീനത്തിൽ പോയി. മദീനത്തിൽ ചെന്നപ്പോ റൂമൊക്കെ കിട്ടിയപ്പോ അന്ന് ഉസ്താദിനെ പറ്റി അന്വേഷിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം SYSന്റെ പ്രവർത്തകർ പറഞ്ഞ് ഉസ്താദ് പോയി മക്കത്തേക്ക് തന്നെ പോയി. സുബ്ഹാനല്ലാഹ്, ആകെ ടെൻഷനായി. മദീനയിൽ നിന്നും ദ്വാരപ്പിക്കാൻ പറ്റിയില്ല, മക്കത്ത് നിന്നും ദ്വാരപ്പിക്കാൻ പറ്റിയില്ല. അത് വലിയ വിഷമല്ലേ. ഞാൻ എന്റെ അനുഭവം പറയട്ടെ. ഞാൻ അവിടുന്ന് മദീനത്തിൽ ട്രാൻസ്ഫറായി മദീന പള്ളിയിൽ രാവിലെ കിടക്കാൻ റമദാനിക്കാം. കിടക്കുമ്പോ ഉസ്താദ് ഇഹ്റാമിന്റെ വേഷം ഉസ്താദ് നമ്മുടെ എടുത്തിട്ടുണ്ടാവും. ഉസ്താദ് മദീന പള്ളിയിൽ ഇരിക്കും. ഞാൻ ഉസ്താദിന്റെ അടുത്ത് ഉസ്താദെ കൈ പിടിച്ചു കുത്തി. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദിന്റെ പെട്ടെന്ന് മദീനത്തും മക്കത്തൊക്കെ മദീനത്തിൽ പെട്ടെന്ന് പോയി. ഉസ്താദ് പറഞ്ഞ് പിരിവൊക്കെ വളരെ മോശമാണ്. അഥവാ ഉസ്താദിന്റെ പോക്ക് മുഴുവൻ ദീനിനാണ്. ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ദീനിനാണ്. കിട്ടുന്ന കാശ് മുഴുവനും ദീനിനാണ്. എന്തും ദീനിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന മനുഷ്യൻ, വളരെ ജവാദായ മനുഷ്യൻ. ഉസ്താദിന്റെ ധർമ്മത്തിന്റെ സ്വഭാവം മിഥിലില്ലാത്ത രൂപത്തിലാണ്. എന്തൊരു ധർമ്മ സ്വഭാവമുള്ള മനുഷ്യൻ, ഉള്ളത് മുഴുവൻ കൊടുക്കും, ഇല്ലാത്തത് കൊടുക്കും. മക്കളുടെ ആഭരണം വിറ്റ് മർക്കസിന് ചെലവ് നടത്തിയിട്ടുണ്ട് ഉസ്താദ്. ആരാങ്ങനെ ചെയ്യുന്നവർ? കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവനും അപ്പോഴുള്ള സക്കാഫികൾ കൊടുക്കും. അനുഭവം ഉണ്ടാവും. ഒരു പേന പോക്കറ്റിൽ വന്ന സക്കാഫികൾ നോട്ട് അങ്ങട്ടാണ്. അത് ഉണ്ടാവും. ഒരു പ്രശ്നം, ഒരു വെറുപ്പോ, എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. ഒരു ഷർട്ട് ഇട്ടാല് അപ്പോഴേക്കും ഒരു സക്കാഫിക്ക് അതിന്റെ ചിന്തയാണ്. ബർക്കത്തിന് വേണ്ടിയാണ്. ബർക്കത്തുള്ള തടിയാണ്, ബർക്കത്തുള്ള ശരീരമാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പോ ഉസ്താദ് പറഞ്ഞു പിരിവ് വളരെ മോശമാണ്. മറ്റൊന്ന്, എന്നെ സംബന്ധിച്ച് ഇവിടെ എന്തൊക്കെ കുപ്രചരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതും പ്രശ്നമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോന്നതാണ് അറിയുന്നത്. ഇതിപ്പോ ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷേ ഞാൻ മക്കയിലേക്ക് 3 ദിവസം കഴിഞ്ഞ് മക്കത്ത് വന്നപ്പോ മക്കത്തെ പ്രവർത്തകരിൽപ്പെട്ട പലരും കണ്ട് ചോദിച്ചപ്പോ ഒരു വിഷയം പറഞ്ഞപ്പോ പറഞ്ഞ വാക്കെന്താണോ? ഉസ്താദ് എന്താണോ വർക്കത്തിൽ എന്നോട് പറഞ്ഞ പദം അപ്പടിയാണ് എന്നോടൊരു പ്രവർത്തകൻ പറഞ്ഞത്. പിരിവ് വളരെ മോശം. അതിന്റെ പുറമെ പേരോട് ഉസ്താദിനെയും AT ഉസ്താദിനെയും ഇവിടെ പ്രധാനപ്പെട്ട പള്ളികളിൽ കുബൂരികളായി ഇവിടെ ശിർക്ക് പ്രചരണത്തിൽ എത്തിയിട്ടുണ്ട്. അവരെ പിടികൂടണമെന്ന് പല ഖുതുബുകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കുപ്രചരണങ്ങൾ ഉണ്ടായതുകൊണ്ട് ഉസ്താദ് പെട്ടെന്ന് പോയതാണ്. ഉസ്താദ് വന്ന് പറഞ്ഞതും അതേ രൂപത്തിൽ.